എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം. ഞാൻ പണ്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, കാലം വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി കണക്ക് ചോദിക്കുന്നു. ഇപ്പൊ കാലം വന്ന് കണക്ക് ചോദിച്ചോണ്ടിരിക്കുക. ഞങ്ങളല്ല, ജനങ്ങളാണ് ആ രാജാവിന്റെ റോളിൽ ഇപ്പൊ കുരുക്കിട്ടത് എല്ലാവരും കഴുത്തിൽ. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. കാലമായിട്ടാണോ അവന്റെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഞങ്ങളുടെ റോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ രാജാവ് നഗ്നനായി നടക്കുമ്പോ ഞങ്ങൾ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ഈ രാജാവ് നഗ്നനാണെന്ന് ഉറക്ക വിളിച്ചു പറയും. തനിക്ക് അങ്ങനെ തന്നെ വേടാ മൊട്ടത്തല. ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. അതാണ് അങ്ങ് പറഞ്ഞ രാജാവും ഞങ്ങളുടെ രാജാവും തമ്മിലുള്ള വ്യത്യാസം. എടാ ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോകും. ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്? ഇതുപോലെ കനത്തൊരാഘാതം തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ട് ജനപിന്തുണയെ കുറിച്ചൊക്കെ ഇത്രയും വിശാലമായി സംസാരിക്കാനുള്ള അങ്ങയുടെ ഒരു പവർ ഉണ്ടല്ലോ, അതിന് മുന്നിൽ ഞാൻ നമിക്കുകയാണ്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ആള് കൊള്ളാവല്ലോ, കടുവാ ഫാമിലിയെ പിടിച്ച കിടുവ. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഞാനൊരു പരാതി തന്നിട്ടുണ്ട്. പുതിയ പരാതി എഴുതിക്കോ. ആ പരാതിയുടെ പുറത്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച്, അതിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് FIR എടുക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും ജുഡീഷ്യൽ അന്വേഷണം നടത്താനും അങ്ങ് തയ്യാറുണ്ട്. അർജുന, സീരിയസ് ആയിട്ടാണോ? തമാശയായിട്ടാണ്, പക്ഷെ അമ്മാവൻ സീരിയസ് ആയിട്ട് എടുക്കണം. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. സാർ, ഇവിടെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. സത്യമായി പറയുന്നവനായി രാജാക്കൻ. ബഹുമാനായ എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വിടൽ? ഇത്രയൊക്കെ തരികട കാണിച്ചിട്ട് നിന്ന് വേദാന്തം ഒന്നോടാ. ഇതൊക്കെ വേറൊരു നമ്പർ അല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഭാഗമായുള്ള മറ്റു നടപടികളിലേക്ക് കടക്കും. കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു മിനിമം വോളിയത്തിൽ വിടു മനുഷ്യ, നാട്ടുകാര് കേക്കും. ഇത് പ്രതി തന്നെ വാദിയായിട്ട് ആരോപണ വിധേയനായ എക്സൈസ് മന്ത്രി അതിന്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ആരോപണ വിധേയനായത്. ആ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നതുകൊണ്ടാണ് ആരോപണ വിധേയനായത്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആരോപണ വിധേയനായ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ കൊടുത്ത പരാതിയിൽ, പ്രതിയാകേണ്ട ആൾ വാദിയായി കൊടുത്ത പരാതിയിൽ അങ്ങയുടെ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താ അന്വേഷിക്കുന്നതെന്ന്. ഇത് നിഷേധിച്ചുകൊണ്ടാണ് ആരെങ്കിലും നിഷേധിക്കായിരിക്കോ ഇത് പോയിന്റ്. അതുകൊണ്ട് അന്ന് പറഞ്ഞ ഈ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അന്ന് PC ആക്ടിന്റെ വകുപ്പനുസരിച്ച് കേസെടുത്ത് മതിയാവൂ. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നത്. ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവർ. കൊള്ള നടത്തിയാൽ ആ കൊള്ള നടത്തിയവർ ആരെല്ലാമാണ് എന്ന് പുറത്തു വന്നേ മതിയാവൂ. അതിന്റെ ശക്തമായ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. താൻ കുഴിച്ച കുഴിയിൽ വീണ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. വരട്ടെ, പോട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.